അപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് കുട്ടികളും കൂടി ഉണ്ട്. അവരിപ്പോൾ നല്ല വിജയമൊക്കെ നേടി റിസൾട്ടൊക്കെ അറിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോടും കൂടി ചോദിച്ചു നോക്കാം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ വിശേഷങ്ങളൊക്കെ. ഓക്കെ, ഹായ്, മാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിയുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുള്ള അപ്പോഴത്തെ ഒരു ലെവലും ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ? നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എന്താ പറയാനുള്ളത്? ഇനി വരുന്ന ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു ആളോട് റെക്കമെൻഡ് ചെയ്യുമോ? എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താ റെക്കമെൻഡ് ചെയ്യാനുള്ളത്? ഇവിടെ റിവിഷൻ പ്ലാനൊക്കെ അടിപൊളിയാണ്. നല്ല പ്ലാനുകൾ എല്ലാത്തിനും കൂടെ ഉണ്ടാവും, പഠിക്കുമ്പോഴും എല്ലാത്തിനായാലും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങളെപ്പോലെ വേറെ ആർക്കും നിങ്ങളെപ്പോലെ +1 +2 പുറമെ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിക്കോണമെന്നുണ്ടാവില്ല അല്ലേ? കൂടെ നിൽക്കുക, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങളുടെ മാർക്കൊക്കെ അനാലിസിസ് ചെയ്ത് ഒപ്പം കൂട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ എക്സാമിന് ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഈ റിസൾട്ടിലൊക്കെ? അഫ്സൽ സാറ്, റൌഫ് സാറ്, ഞങ്ങളെ കൂടെ ഉണ്ടാണ് വാർഡൻ, എല്ലാവരും കോർഡിനേറ്റേഴ്സ് എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് എല്ലാവരും ഒപ്പം ഉണ്ടായിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു അനുഭവം? എന്താ? നല്ല അനുഭവം തന്നെയാണ്. ഇവിടുത്തെ സിസ്റ്റം ആണെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിലും ഇവിടെ അഫ്സൽ സാറ് അതിന് സപ്പോർട്ടാണ്. എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവും. എല്ലാവരും വോളണ്ടിയർമാരാണെങ്കിലും ഫുള്ള് സിസ്റ്റമാറ്റിക് ആയിരിക്കും. നമ്മളെ ഡെയിലി ലൈഫിലൊരു ചിട്ടുണ്ടാവും. അടിപൊളിയാണ്. ഒരു പ്ലാൻ ഉണ്ടല്ലേ ലൈഫിന് അല്ലേ? ഇപ്പം നീറ്റ് + ബോർഡാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഒരൊറ്റ NCERT സിലബസ് മാത്രം പഠിച്ച് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്ന ആളുകളാണ് അല്ലേ? അപ്പോൾ നീറ്റ് + ബോർഡ് പഠിക്കുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു വിഷയമായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതിവിടെ നമ്മളോട് ഇന്ന സമയത്ത് ഇന്നത് പഠിക്കണം, ഇത് കഴിഞ്ഞിട്ട് ഇത് പഠിക്കണം, ഫുള്ള് സ്ട്രക്ചർ ഉണ്ടാവും. നമുക്ക് ഇന്ന സമയത്ത് ടൈമിങ് തരും, ഈ സമയത്ത് ഇത് പഠിച്ച് തരണം, അപ്പോൾ മറ്റേത് തുടങ്ങണം. അതുകൊണ്ടൊരു എന്നൊരു പ്ലാന് നമ്മളെ കൈക്കുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അതിനെ ഭാരമായിട്ട് തോന്നില്ല. ഇല്ല, അപ്പോൾ നിങ്ങളായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കേണ്ടതില്ല അല്ലേ? നമ്മൾക്ക് അതിനുള്ള അവസരമുണ്ട്. സെൽഫ് പ്ലാനിങ് ഉണ്ടാക്കാനുള്ള അവസരമുണ്ട്. അതിന് പുറമെ ഇവരുടെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാവും. അതിനൊപ്പം പോയാൽ മതി, എല്ലാം അത് ഫോളോ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാം എന്തും ക്രാക്ക് ചെയ്യാന്നുള്ളതാണ്. ഇപ്രാവശ്യം നീറ്റ് ക്രാക്ക് ചെയ്യുമോ? ഇനി വരുന്ന +2 കഴിഞ്ഞിട്ടുള്ളത് ഉറപ്പായിട്ടും ഭയങ്കര കോൺഫിഡൻസ് ആണ് അല്ലേ? ടെക്സ്റ്റ് ബുക്കുകൾക്ക് പുറമെ നമ്മൾ ഒരുപാട് ഗൈഡുകളൊക്കെ റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പുറമേ നിന്ന് ഒരുപാട് ഗൈഡൊക്കെ വാങ്ങിയിട്ട് റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആശ്രയിക്കുന്നത് എന്താ? അതായത് പുസ്തകമല്ലാതെ വേറെ എന്തെങ്കിലും സൗകര്യം ഒരുക്കുന്നുണ്ടോ? ഇവിടെ ഡോപ്പയുടെ മെയിനായിട്ടുള്ളത് കുറേ എക്സ്ക്ലൂസീവ് ഐറ്റംസ് ഉണ്ട്. കോഡ് ബ്ലൂ പോലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ റെഫർ ചെയ്യുക കൂടുതലായിട്ടും. അതിൻ്റെ പുറമേ ഉള്ള ലൈബ്രറി പുസ്തകങ്ങളുണ്ട്, MTG, ചാമ്പ്യൻ. കോഡ് ബ്ലൂ എന്താ? കോഡ് ബ്ലൂ ഒരു ചാപ്റ്ററുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു മെറ്റീരിയലാണ്. നല്ല സാധനം തന്നെയാണ്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്താൽ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പുറമേ ഒരു ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡോപ്പ തന്നെ നിങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറമേ നിന്നൊന്നും അത് വാങ്ങണ്ടാവില്ല. ഇത് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാവില്ലേ? അങ്ങനെ. ഓക്കെ, അത് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് എക്സാമിൻ്റെ സമയമൊക്കെ വരുമ്പോൾ? വളരെ ഉപകാരമുണ്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ കോഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്ത് എന്താണ് കോൺസെപ്റ്റ് നമുക്ക് നല്ല മനസ്സിലാവും. അപ്പോൾ നല്ല ഐറ്റം തന്നെയാണ്, ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് മാർക്കൊക്കെ? മാർക്ക് സയൻസിനൊക്കെ ഫുൾ മാർക്കാണ്. എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 99. 99. ഇല്ല, ഏകദേശം ഒരുവിധം എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക്, ഇതുപോലെ 99, 98, 97. ഞാനിത് മാത്രമേ കേൾക്കുന്നുള്ളൂ. എല്ലാവരോടും ചോദിച്ചപ്പോൾ 100% വിജയം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ പല ലെവലിൽ സ്റ്റഡി ചെയ്യുന്ന ആളുകളുണ്ടാവും. ഭയങ്കര സ്ലോ ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഗ്രാബ്സ് ചെയ്യും, പെട്ടെന്ന് കിട്ടും ക്ലാസ് കേൾക്കുമ്പോൾ. അപ്പം അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് ക്ലാസ്സിൽ മാനേജ് ചെയ്ത് പോവാറ്? ഞങ്ങൾക്ക് എല്ലാവരും സാർമാർ ഈക്വൽ ഇമ്പോർട്ടൻസ് തരാറുണ്ട്. ഇപ്പോൾ ബാക്കിൽ വെക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാനും ടൈം എടുക്കാറുണ്ട് സാർമാർ. ആണല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും മെൻറ്റേഴ്സ് ഉണ്ടല്ലേ? മെൻറ്റേഴ്സ് വന്നിട്ട് എങ്ങനെയാണ് മെൻറ്റേഴ്സ് നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഠന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്?
അത് വീക്കിലി ഞങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്യാനൊക്കെ മെൻറ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാനും ഒക്കെ അവർ കൂടെ. അങ്ങനെ ഒരു നല്ലൊരു അനുഭവം ഉണ്ട് അല്ലേ? എങ്ങനെയാ ഒരു ഫ്രണ്ടായിട്ട് ഒരു ഫ്രണ്ട്ലി മൂഡിലാണോ നിൽക്കാറ്, അതോ ഇവിടുത്തെ ഫാക്കൽറ്റീസ് അക്കാഡമിക് മൂഡിൽ എങ്ങനെയാ? ഒരു ഫ്രണ്ട്ലി മൂഡിലാണ്. ഫ്രണ്ട്ലി മൂഡിൽ തന്നെ. ഓക്കെ. അപ്പോൾ സാധാരണ നമ്മൾ എവിടെയും അങ്ങനത്തെ ഒരു സിസ്റ്റം ഞാൻ കേട്ടിട്ടില്ല അല്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊന്നും ആരും അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു തരാൻ നമ്മൾ ടീച്ചേഴ്സ് ഉണ്ടാവും എന്നല്ലാതെ അതിന് പുറമെ ആൾക്കാരും കണ്ടിട്ടില്ല. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട്? ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് പ്രിൻസിപ്പളോടോ ടീച്ചേഴ്സോടോ പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇവരോട് പറയാൻ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ.